പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ഈ പാഠത്തിൻ്റെ 8ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രധാന എലമെൻ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം ഡയറക്റ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റായിട്ട് പലപ്പോഴും പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയമാണ്. നമുക്കറിയാം, വളരെ സാങ്കേതികജ്ഞാനമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഏറെ പരിചയസമ്പന്നരാണെങ്കിലും ചില മാനേജർമാർ വേണ്ടത്ര വിജയിക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ആശയവിനിമയ ശേഷിയിലുള്ള അവരുടെ പോരായ്മയാണ്. മാനേജർമാരെ സംബന്ധിച്ച് ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് കമ്മ്യൂണിക്കേഷനെ കാണുന്നു. So communication is the most important element in the directing function of management. We all know the word communication has been derived from the Latin word communis, which means common. Implies that common understanding. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് തന്നെ ലാറ്റിൻ വാക്കായിട്ടുള്ള കമ്മ്യൂണീസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. പൊതുവായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടാകുന്നത്. കോമൺ എന്നുള്ള വാക്കിൽ നിന്നാണ് കമ്മ്യൂണീസ് എന്നുള്ള ആ ഒരു പദത്തിൻ്റെ അർത്ഥം. പൊതുവായിട്ട് മനസ്സിലാക്കുക എന്നതാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. ആശയവിനിമയം എന്ന് പറയുന്നത് ആശയവിനിമയം നടത്തുന്നയാളും അത് ലഭിക്കുന്നയാളും പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട്. അപ്പോൾ പൊതുവായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് ഉണ്ടാകുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ്, വ്യൂസ്, ഫാക്ട്സ്, ഫീലിങ്സ് എക്സെട്ര ബിറ്റ്വീൻ ഓർ എമംഗ് പീപ്പിൾ ടു ക്രിയേറ്റ് കോമൺ അണ്ടർസ്റ്റാൻഡിങ്. ആശയവിനിമയം എന്ന് പറയുന്നത് ഐഡിയാസ്, ആശയങ്ങൾ, അല്ലെങ്കിൽ വ്യൂസ്, അല്ലെങ്കിൽ ഫാക്ട്സ്, അല്ലെങ്കിൽ ഫീലിങ്സ്, അവയുടെ കൈമാറ്റമാണ്. ബിറ്റ്വീൻ ഓർ എമംഗ് പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ട്? ടു ക്രിയേറ്റ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആശയങ്ങളോ അഭിപ്രായങ്ങളോ അവരുടെ വികാരങ്ങളോ ഒക്കെ പങ്കുവെക്കലാണ്, എക്സ്ചേഞ്ച് ചെയ്യലാണ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We may define communication as the transfer of information from the sender to the receiver. ആശയവിനിമയം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ആ വ്യക്തിയാണ് സെൻഡർ എന്ന് പറയുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? അയാളാണ് റിസീവർ എന്നറിയപ്പെടുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. സെൻഡറിൽ നിന്നും റിസീവറിലേക്കുള്ള വിവരങ്ങളുടെ കൈമാറ്റമാണ്. വിത്ത് ദ ഇൻഫർമേഷൻ ബീങ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. അവിടെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാകണമെങ്കിൽ അവിടെ റിസീവർ ആയിട്ടുള്ള വ്യക്തിക്ക് കാര്യങ്ങൾ അതേ അർത്ഥതലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആശയവിനിമയം പൂർത്തിയാകണമെങ്കിൽ, പൂർണ്ണമാകണമെങ്കിൽ അവിടെ റിസീവർക്ക് കാര്യങ്ങൾ ആ സെൻഡർ ഉദ്ദേശിച്ച അതേ അർത്ഥതലത്തിൽ മനസ്സിലാകേണ്ടതുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ with the information being understood by the receiver.
So what are the elements of communication process? So we know communication is a process. What are the elements included in that process? കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നൽകിയിരിക്കുന്ന ചാർട്ടിൽ നിന്നും അതിൻ്റെ വിവിധ ഘടകങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓരോ എലമെൻ്റായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് സെൻറ്റർ അല്ലെങ്കിൽ പ്രേക്ഷിതൻ എന്ന് പറയാറുണ്ട്. സന്ദേശം അയക്കുന്നയാളാണ്. ആരിൽ നിന്നാണോ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് ആ വ്യക്തിയാണ് സെൻറ്റർ എന്ന് പറയുക. ദ പേഴ്സൺ ഹൂ സെൻഡ് ദ മെസ്സേജ്. കമ്മ്യൂണിക്കേറ്റർ എന്നും പറയാറുണ്ട് സെൻറ്ററെ. അപ്പോൾ പ്രേക്ഷിതനിൽ നിന്നാണ് ആശയവിനിമയം ആരംഭിക്കുന്നത്, അല്ലെ ആശയവിനിമയം തുടങ്ങി വെക്കുന്നത് സെൻറ്ററാണ്. പ്രേക്ഷിതനിൽ നിന്നാണ് അവിടെ ആശയവിനിമയം ആരംഭിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ തുടങ്ങി വെക്കുന്ന വ്യക്തിയാണ് അപ്പോൾ സെൻറ്റർ. ഹി ഈസ് ഓൾസോ നോൺ ആസ് കമ്മ്യൂണിക്കേറ്റർ. ദെൻ ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് മെസ്സേജ് അഥവാ സന്ദേശം. വി നോ ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്ത് വിഷയമാണോ അവിടെ നമ്മൾ കൈമാറുന്നത് ആ ആശയവിനിമയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ് മെസ്സേജ് എന്നറിയപ്പെടുന്നത് അഥവാ സന്ദേശം. ആ കമ്മ്യൂണിക്കേഷൻ്റെ ഉള്ളടക്കം എന്താണ്, അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്, ആ വിഷയത്തിനാണ് സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദ തേർഡ് എലമെൻറ്റ് ഈസ് എൻകോഡിങ്, കോഡുകളാക്കി മാറ്റൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സെൻഡർ റിസീവറിലേക്ക് നൽകുമ്പോൾ ചിലപ്പോൾ അത് കോഡുകളായിട്ടാണ് മാറ്റേണ്ടത്. അങ്ങനെ ആ മെസ്സേജിനെ കോഡുകളാക്കി മാറ്റണം. അതിനാണ് എൻകോഡിങ് എന്ന് പറയുക. കോഡുകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് എൻകോഡിങ്. അപ്പോൾ അവിടെ ചിലപ്പോൾ അത് ചിത്രങ്ങളായിട്ടായിരിക്കാം ആ മെസ്സേജ് നൽകുന്നത്, അല്ലെങ്കിൽ വാക്കുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആംഗ്യങ്ങളായിട്ട്, ആംഗ്യഭാഷയിലാണെങ്കിൽ ജസ്റ്റേഴ്സ് ആയിട്ടായിരിക്കാം, ആംഗ്യങ്ങളായിട്ടായിരിക്കാം അവിടെ കാര്യങ്ങൾ കൈമാറുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് പ്ലേസിലേക്കാണെങ്കിൽ നമുക്കറിയാം തരംഗങ്ങളായിട്ടാണ് മെസ്സേജ് കൈമാറുന്നത്. അപ്പോൾ അങ്ങനെ എൻകോഡിങ് നടത്തുന്നു മെസ്സേജിനെ. റിസീവർക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് അതിനെ കോഡുകളാക്കി മാറ്റലാണ് എൻകോഡിങ്. അപ്പോൾ ആ ആശയങ്ങൾ ചിലപ്പോൾ ചിത്രങ്ങളായിട്ടായിരിക്കാം കൈമാറുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വാക്കുകളായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ആംഗ്യഭാഷയിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഡിസ്റ്റൻറ്റ് പ്ലേസസ് ആണെങ്കിൽ അവിടെ തരംഗങ്ങളായിട്ട്, അവിടെ സിഗ്നൽസ് ആയിട്ടാണ് നമ്മൾ ചിലപ്പോൾ കൈമാറുക. ദെൻ ദ ഫോർത്ത് എലമെൻറ്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് മീഡിയ, മാധ്യമം എന്ന് പറയും. ഒരു മാധ്യമത്തിലൂടെയാണെന്ത് ഈ മെസ്സേജുകൾ എൻകോഡ് ചെയ്തിട്ട് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മീഡിയ എന്ന് പറയുന്ന മാധ്യമമാണ്. ഏതാണോ മാധ്യമം ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണെങ്കിൽ അവിടെ എയർ ആണെന്ത് മീഡിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ലൈനിലൂടെയാണെങ്കിൽ നമുക്കറിയാം അവിടെ ആ ടെലിഫോൺ ലൈൻസ് ആണ് മീഡിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എങ്കിൽ അവിടെ ആ ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്കാണ്, ആ സാറ്റലൈറ്റ് ലിങ്കാണ് അവിടെ മീഡിയ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മീഡിയയിലൂടെയാണ് എന്ത് മെസ്സേജ് സെൻഡർ റിസീവർക്ക് അയക്കുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ആ പ്രോസസ്സിലെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഡീകോഡിംഗ് ആണ്. അപ്പോൾ ഡീകോഡ് ചെയ്തെങ്കിൽ മാത്രമേ, ആ മെസ്സേജ് ഡീകോഡ് ചെയ്തെങ്കിൽ മാത്രമേ ആർക്ക് മനസ്സിലാകുകയുള്ളൂ, റിസീവർക്ക് ആ മെസ്സേജ് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ എൻകോഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീകോഡിങ്. കോഡായിട്ടുള്ളതിനെ ആ റിസീവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റലാണ്, റിസീവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റലാണ് ഡീകോഡിംഗ് എന്ന് പറയുക. കോഡുകളിൽ നിന്നും അതിനെ
റിസീവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റുന്ന പ്രവർത്തനമാണ് ഡീകോഡിംഗ്. ആൻഡ് ദ സെവൻത് എലമെൻറ്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് ദ ഫീഡ്ബാക്ക്. അഥവാ പ്രതികരണം എന്ന് പറയും. ഫീഡ്ബാക്ക്, ദാറ്റ് ഈസ് ദ റിപ്ലൈ ഓഫ് ദറ്റ് മെസ്സേജ്, റിപ്ലൈ ടു ദാറ്റ് മെസ്സേജ്. അതിലൂടെയാണ് നമുക്കറിയാം ഒരു റിസീവർ അത് മനസ്സിലാക്കിയെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ റിസീവർ അഥവാ സ്വീകർത്താവ്, ആറാമത്തെ എലമെൻ്റാണ് റിസീവർ എന്ന് പറയുന്നത്. റിസീവർ അല്ലെങ്കിൽ സ്വീകർത്താവ് എന്ന് പറയും. ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ മെസ്സേജ് നമ്മൾ കൊടുത്തത്, ആ വ്യക്തിയാണ് റിസീവർ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വീകർത്താവാണ് അദ്ദേഹം. അപ്പോൾ സ്വീകർത്താവിന് അത് മനസ്സിലാകണമെങ്കിൽ ഡീകോഡ് ചെയ്തിട്ട് വേണം അത് കിട്ടേണ്ടത്. അപ്പോൾ റിസീവറിലേക്ക് ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് മനസ്സിലായി എന്ന് ഉറപ്പാക്കലാണ് ഫീഡ്ബാക്കിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് അഥവാ പ്രതികരണം എന്ന് പറയുന്നത് റിസീവറുടെ മറുപടിയാണ്. നൽകിയ മെസ്സേജ് അയാൾക്ക് മനസ്സിലായി എന്നതിൻ്റെ ഒരു റെസ്പോൺസ് കൂടിയാണ് അവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ദെൻ അവസാനമായിട്ട് നോയിസ് എന്ന് പറയുന്ന മറ്റൊരു എലമെൻറ്റ് കൂടിയുണ്ട്, അല്ലെ ആരവം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ആ കമ്മ്യൂണിക്കേഷന് ഒരുപാട് തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ് നോയിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൽ ആരവം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ദീസ് ഓൾ ആർ ദ സ്റ്റെപ്സ് in the communication process, the various elements included in the communication process. It starts from the center. He creates the message and send it to through a media. After decoding, it is received to the receiver. It reached to the receiver and he gives the feedback. And there may be noises which obstruct the free flow of communication. So these 8 elements are included in the communication process. കമ്മ്യൂണിക്കേഷൻ പ്രക്രിയയിലെ 8 പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. ഈ രീതിയിൽ നമുക്കതിനെ ഡയഗ്രാമാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. മോണിറ്ററിൽ ശ്രദ്ധിക്കുക, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെ 8 എലമെൻറ്റ്സ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിൽ നോയിസ് എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. നോയിസ് മീൻസ് സം ഒബ്സ്ട്രക്ഷൻ ഓർ ഹിൻഡ്രൻസ് ടു കമ്മ്യൂണിക്കേഷൻ. അവിടെ ആ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന, ആശയവിനിമയത്തിനുണ്ടാകുന്ന തടസ്സങ്ങളെയാണ് നോയിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: ambiguous symbol that lead to faulty decoding. തെറ്റായ സിമ്പിളുകൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത സിമ്പിളുകൾ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ഫോൾട്ടി ആയിട്ടുള്ള എൻകോഡിങ് നടക്കും. എ പുവർ ടെലിഫോൺ കണക്ഷൻ, ആ ടെലിഫോൺ കണക്ഷനിലുള്ള അല്ലെങ്കിൽ ആ സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്കിലുള്ള പ്രശ്നമായിരിക്കാം. മൊബൈൽ ഫോണിലൂടെ പലപ്പോഴും എന്താണ്, കാര്യങ്ങൾ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റാതെ വരുന്നു. സോ ദാറ്റ് പുവർ ടെലിഫോൺ കണക്ഷൻ മേ ബി എ നോയിസ്. ആൻഡ് ഓൾസോ ആൻ ഇന്നറ്റീവ് റിസീവർ, ആ റിസീവർ ശ്രദ്ധിക്കുന്നില്ല, ആ റിസീവറുടെ അശ്രദ്ധ എന്ന് പറയുന്നതും ഒരു ഹിൻഡ്രൻസ് ആണ്. ആൻഡ് ഓൾസോ ദ ഫാൾട്ടി ഡീകോഡിങ്, എൻകോഡിങ്ങിൽ എന്ന പോലെ ഡീകോഡിങ്ങിലും എന്താണ്, ചിലപ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കാം. These all are some examples of noises. Next we shall discuss about the importance of communication. ആശയവിനിമയത്തിൻ്റെ അല്ലെങ്കിൽ വാർത്താവിനിമയത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ? നമ്മൾ കാണുകയുണ്ടായി, ഒരു മാനേജറെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ പറയാറുണ്ട്, ഒരു മാനേജർ തൻ്റെ ജോലി സമയത്തിൻ്റെ ഏറെക്കുറെ 90% ആശയവിനിമയത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ തൻ്റെ കീഴ് ജീവനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് സ്ഥാപന ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉള്ള ആളായിരിക്കണം മാനേജർ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മാനേജറെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടു ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ കോർഡിനേഷൻ. ഏകോപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ആശയവിനിമയത്തിലെ പാളിച്ചകളാണ് സ്ഥാപനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. കോർഡിനേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. കാരണം ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പല വ്യക്തികൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. അവിടെ ഏകോപനം സാധ്യമാക്കണമെങ്കിൽ ഈ വിവിധ വ്യക്തികളുടെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏകോപനത്തിലൂടെ സ്ഥാപന ലക്ഷ്യം നേടണമെങ്കിൽ അവിടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും വ്യക്തികൾ തമ്മിലും നടക്കണം. അപ്പോൾ കോർഡിനേഷൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ കോർഡിനേഷൻ സാധ്യമല്ല. കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്ഥാപന ലക്ഷ്യം നേടണം അവിടെ സാധിക്കാതെ വരും. ആൻഡ് സെക്കൻഡ്ലി, ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ എൻ്റർപ്രൈസ്. സ്ഥാപനത്തിൻ്റെ സ്മൂത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. വി നോ വേർ ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഓൾ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് വിൽ ബി സ്റ്റോപ്ഡ്. അവിടെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ സ്ഥാപനത്തിൽ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത്, സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്മൂത്തൻ ചെയ്യുന്ന ഒരു ലൂബ്രിക്കൻ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ശരിയായ ആശയവിനിമയം സ്ഥാപനത്തിൽ നടക്കുന്നില്ല എങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും, അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കാതെ വരും. അതുകൊണ്ട് സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ വളരെ അനായാസമാക്കുന്ന ഒരു ലൂബ്രിക്കൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ എൻ്റർപ്രൈസ്. ആൻഡ് thirdly speaking, communication is the basis for decision making. We know communication provides the required data for decision making. തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുക? കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അല്ലെങ്കിൽ കീഴ് ജീവനക്കാർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മേൽ ജീവനക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ നൽകുന്ന കമാൻഡുകളെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു മാനേജർ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ഇൻഫർമേഷൻ അനിവാര്യമാണ്. വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു മാനേജർക്ക് ശരിയായ തീരുമാനങ്ങൾ സമയത്തെടുക്കണമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ മാനേജർമാർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കില്ല, സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. സമയാസമയങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ട വിവരങ്ങൾ ലഭ്യമാക്കാൻ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഫോർത്തലി സ്പീക്കിംഗ്, ഇറ്റ് ഇൻക്രീസസ് ദ മാനേജറിയൽ എഫിഷ്യൻസി. മാനേജറിയൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിലും കമ്മ്യൂണിക്കേഷൻ നിർണായക പങ്കുണ്ട്. ബിക്കോസ് ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഗോൾസ് ആർ പ്രോപ്പർലി കൺവേഡ്, instructions are properly given, and proper allocation of jobs are taken place, and a manager can evaluate the performance of subordinates. All things are done through communication, which will improve the efficiency of the organization. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം നടക്കണമെങ്കിൽ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകണം. അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കീഴ് ജീവനക്കാർ എങ്ങനെ പ്രവർത്തിയെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് എന്താണ് മനസ്സിലാക്കണം. ഇതിനൊക്കെ ആശയവിനിമയം കൃത്യമായിട്ടുണ്ടാവണം. സോ ഫോർ കൺവേയിങ് ഗോൾസ്, ഇഷ്യൂവിങ് ഇൻസ്ട്രക്ഷൻസ്, അലോക്കേറ്റിംഗ് ജോബ്സ്, ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് എക്സെട്ര ആർ ഡൺ ത്രൂ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ഇംപ്രൂവ് ദ
എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ അനിവാര്യമാണ്. അഞ്ചാമതായിട്ട് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ്. ജീവനക്കാർക്കിടയ്ക്ക് സഹകരണം വളർത്തുന്നതിലും സ്ഥാപനത്തിലൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും കമ്മ്യൂണിക്കേഷൻ നിർണായക പങ്കുണ്ട്. We all know that two-way communication promotes cooperation and a mutual trust which will result in industrial peace. അപ്പോൾ കൃത്യമായിട്ടൊരു ആശയവിനിമയം, ടു-വേ കമ്മ്യൂണിക്കേഷൻ, മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനുമായിട്ടും കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനുമായിട്ട് തിരിച്ചും ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ്റെ അഭാവമാണ് പലപ്പോഴും, ആശയവിനിമയത്തിൻ്റെ പോരായ്മയാണ് പലപ്പോഴും സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്. എവിടെയും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ എന്താണ്, പരസ്പര വിശ്വാസമില്ലാതായിത്തീരും. കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് മറ്റുള്ളവരിൽ വിശ്വാസം നഷ്ടപ്പെടുകയും കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിനാൽ പലപ്പോഴും എന്താണ്, കാര്യങ്ങളെ എതിർക്കാനുള്ള പ്രവണത കൂടുകയും ചെയ്യും. എന്നാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ സംവദിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിലൂടെ സഹകരണം ഊട്ടിയുറപ്പിക്കാൻ കഴിയും. സ്ഥാപനത്തിലൊരു സമാധാന അന്തരീക്ഷം അതുണ്ടാക്കും. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകളുടെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അവിടെ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ്. So communication promotes cooperation and industrial peace. And next point is that it leads to effective leadership. ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അനിവാര്യ ഗുണമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കാണുകയുണ്ടായി. ആശയവിനിമയത്തിൽ ഒരു മാനേജർ പിന്നോക്കമാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെ ജീവനക്കാരെ അല്ലെങ്കിൽ തൻ്റെ കീഴ് ജീവനക്കാരെ അവിടെ ലീഡ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് അനുയായികളുണ്ടാവും. അയാളെ ഫോളോ ചെയ്യാൻ മറ്റുള്ളവർ തയ്യാറാകും. അയാളുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ ഇഫക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ്, അവിടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ദ ലീഡർ ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടു ഇൻഫ്ലുവൻസ് ദ വർക്ക് ഫോഴ്സ്. ഈ ജീവനക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ കീഴ് ജീവനക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു ലീഡർ എന്ന നിലയിൽ എന്താണ്, സ്ഥാപന ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഒരു മാനേജർ കഴിയും. ആൻഡ് സെവൻതില് ഇറ്റ് ബൂസ്റ്റ് അപ്പ് ദ മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ കീഴ് ജീവനക്കാരിൽ കൂറും വിശ്വസ്തതയുണ്ടാക്കാനും അവരെ കൂടുതൽ പ്രചോദിപ്പിക്കാനും കമ്മ്യൂണിക്കേഷൻ സഹായകരമാണ്. Good communication improves better relations, which will boost up morale and motivation of employees. അപ്പോൾ കീഴ് ജീവനക്കാരുടെ മൊറയിൽ വർദ്ധിപ്പിക്കാനും സ്ഥാപനത്തിനോടുള്ള കൂറും വിശ്വസ്തത വർദ്ധിപ്പിക്കാനും അവരെ പ്രചോദിപ്പിക്കുന്നതിലും കമ്മ്യൂണിക്കേഷൻ പ്രയോജനപ്രദമാണ്. So these all are the important points of സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ മാനേജ്മെൻറ്റ്. നമുക്കൊന്നുകൂടി ആ 7 പോയിൻറ്റുകളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ കോർഡിനേഷൻ. ഏകോപനം സാധ്യമാക്കുന്ന കോർഡിനേഷനിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ദെൻ സെക്കൻഡ്ലി, ഇറ്റ് ഹെൽപ്സ് ഇൻ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ എൻ്റർപ്രൈസ്. കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് കണ്ടത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ എൻ്റർപ്രൈസ്. ആൻഡ് തേർഡ്ലി, ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. സമയസമയത്ത് തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിൽ ഉണ്ടാവണം. ആൻഡ് ഫോർത്തിലി, ഇറ്റ് ഇൻക്രീസസ് ദ മാനേജറിയൽ എഫിഷ്യൻസി. ആൻഡ് ഫിഫ്ത്തിലി, പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ്. ആറാമതായിട്ട് ചർച്ച ചെയ്ത പോയിൻ്റ്, ഇഫക്റ്റീവ് ലീഡർഷിപ്പിന് സഹായിക്കുന്നു കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ലാസ്റ്റ്ലി, ഇറ്റ് ബൂസ്റ്റ് അപ്പ് ദ മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ. തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ് ആണ് കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.